നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ്, അവർ നിങ്ങളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളെക്കുറിച്ചുള്ള അവരുടെ ചിന്തകൾ, അവരെന്താണ് കറൻറ്റ്ലി ചിന്തിക്കുന്നത്, നിങ്ങളെ ഓർക്കുന്നുണ്ടോ, അപ്പോൾ ഉണ്ടാകുന്ന അവരുടെ ഒരു ഇമോഷണൽ ഫീലിങ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് കേട്ടോ നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നിങ്ങളിത് ഏത് വ്യക്തിക്ക് വേണ്ടിയിട്ടാണോ കാണുന്നത് ആ പേഴ്സണെ മനസ്സിൽ വിചാരിച്ച് അവരുടെ പേരൊരു 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞ് ലൈക്ക് ചെയ്ത് നിങ്ങൾ എനർജിയെ കണക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടൊരു റീഡിങ്സ് ലഭിക്കാൻ വേണ്ടിയിട്ട്. ജനറൽ റീഡിങ്സ് ആണ്. നിങ്ങൾ എനർജിയെ കണക്റ്റ് ചെയ്യുന്ന അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് റീഡിങ്സ് ലഭിക്കുക കേട്ടോ. പോസിറ്റീവ് ആകുന്നതാണേലും ഏത് രീതിയിലുള്ള റീഡിങ്സ് ആണേലും നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ എനർജിയെ കണക്റ്റ് ചെയ്യുന്നതനുസരിച്ചായിരിക്കണം. പിന്നെ വിശ്വാസം, നിങ്ങൾ എത്രത്തോളം അതിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ലൈഫിലേക്ക് കാര്യങ്ങൾ പോസിറ്റീവായിട്ട് കടന്നു വരുന്നതുമായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുത്ത് നോക്കണം. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കാൻ വേണ്ടിയിട്ട്. പേഴ്സണൽ റീഡിങ്സിന് പേയ്മെൻ്റ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം ആ ആളുകളിലേക്ക് കണക്റ്റ് ചെയ്യുക. അതല്ലെങ്കിൽ ജനറൽ റീഡിങ്സിൽ തന്നെ നിങ്ങൾ തൃപ്തിപ്പെടുക കേട്ടോ. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആവുകയാണെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. പിന്നെ എല്ലാവരോടും ഒരുപാട് നന്ദി. ഇന്നലെ എനിക്ക് വയ്യ എന്നുള്ള കാര്യം അവസാന നിമിഷം നിങ്ങളോട് ഞാൻ പറയുകയും ആരുടെയൊക്കെയോ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എനിക്ക് ഭയങ്കര മാറ്റം വന്നു കേട്ടോ. ഞാൻ പെട്ടെന്ന് തന്നെ എനിക്ക് ചേഞ്ചിങ് വന്നു. ഞാൻ ഓർത്തത് നമുക്ക് ഏകദേശം തീരുമാനമായി എന്ന് ചിന്തിച്ചെടുത്ത് നിന്നും തിരിച്ച് നമുക്ക് വരാൻ സാധിച്ചു കേട്ടോ. ഒരുപാട് നന്ദി. പിന്നെ അഫർമേഷൻസ് എഴുതണം. ഞാൻ എല്ലാ ദിവസവും അഫർമേഷൻസ് എഴുതുന്നുണ്ടായിരുന്നു ഹെൽത്ത് ഓക്കെ ആവാനായിട്ട്. പിന്നെ ഒരുപാട് ഇങ്ങനെ മെസ്സേജുകൾ വന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ അറിയിക്കേണ്ടി ചെയ്തത്. കൂട്ടത്തിൽ നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന എനിക്ക് ശരിക്കും ഗുണം ചെയ്തു കേട്ടോ. ഒരുപാട് 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 നന്ദിയുണ്ട്. ഒരിക്കലും മറക്കില്ല. പിന്നെ എന്താ പറയുക, റൈറ്റ് ഹീലിംഗ് ചെയ്യണം. ഇമോഷണലി നിങ്ങളെ സ്റ്റക്കാക്കുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ പുറത്ത് കടക്കാൻ, നമ്മുടെ ലൈഫിൽ വേണ്ട എന്നുള്ള കാര്യങ്ങളിൽ നമ്മൾ പെട്ട് കിടപ്പുണ്ടെങ്കിൽ റൈറ്റ് ഹീലിംഗ് ചെയ്ത് പുറത്ത് കിടക്കണം കേട്ടോ. അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമുക്ക് നിങ്ങൾ ആ ഒരു പേഴ്സണുമായിട്ടുള്ള ഒരു എനർജി കണക്ഷൻസ് ആണ്, ടെമ്പറൻസ് എനർജിയാണ്. ഇതിനകത്ത് നമുക്ക് അസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജി നോക്കുമ്പം ഡിസംബർ മാസത്തിൻ്റെ എനർജി കണക്റ്റഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ജനുവരി മാസത്തിൻ്റെ എനർജി കണക്റ്റഡ് ആയിട്ടുണ്ട്. മെയ് മാസത്തിൻ്റെ എനർജി കണക്റ്റഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ജൂലൈ മാസത്തിൻ്റെ എനർജി കണക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ. ഇത്ര അസ്ട്രോളജിക്കൽ സൈനെ ബേസ് ചെയ്ത് നമുക്ക് എനർജികൾ കണക്റ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. എന്താണെങ്കിലും നമുക്ക് റീഡിങ്സിലേക്ക് നോക്കാം. ടെമ്പറൻസ് എനർജിയാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. വളരെയധികം ആഴത്തിൽ ചിന്തിക്കുന്നതായിട്ടാണ്. അതായത് കാര്യഗൗരവത്തോടു കൂടി കാര്യങ്ങളെക്കുറിച്ച് നല്ലൊരു വിശകലനം നടത്തുന്നുണ്ട് അവർ കേട്ടോ. നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻസ്, അതല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഒരു ലോങ് ഡിസ്റ്റൻസ്, നിങ്ങൾക്ക് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ പോയൊരു സാഹചര്യമൊക്കെ ഇതിനകത്ത് സ്ട്രോങ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണെങ്കിലും നമുക്ക് ഇതിലേക്ക് നോക്കുമ്പോൾ പറയാൻ പറ്റുന്ന ഏറ്റവും ശക്തമായ എനർജി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അവിടെ പോസിറ്റീവും നെഗറ്റീവുമായ എനർജികൾ കണക്റ്റ് ചെയ്ത് കടന്നു പോകുന്നുണ്ട്. നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് അവർ ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു ബാലൻസ് എനർജിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഒരു രീതിയിലും നിങ്ങളുമായിട്ട് ഒരു രീതിയിലും ഈ ഒരു പേഴ്സൺ കണക്റ്റഡ് ആവാൻ ആഗ്രഹിക്കാതിരുന്ന വ്യക്തിയാണ്. ശരിക്കും ശക്തമായിട്ട് എൻഡിങ് ആക്കി നിർത്തിയിരിക്കുന്ന ഒരു റിലേഷനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് യാതൊരു രീതിയിലും ഇനി തിരിച്ചൊരു വരവ് അല്ലെങ്കിൽ ഒരു പൊരുത്തം, ഒരു എന്താ പറയുക, ഒരു മനസ്സിലാക്കൽ, ഇതൊന്നുമില്ല എന്ന് ശക്തമായി ചിന്തിച്ചെടുത്ത് നിന്നും കറൻറ്റ്ലി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരു മനസ്സിലാക്കലിൻ്റെ അല്ലെങ്കിൽ ഒരു തിരിച്ചറിവിൻ്റെ ഒരു എനർജിയിലേക്ക് അവർ വരുന്നുണ്ട്. അതായത് നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിച്ചു തുടങ്ങി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് അവർ
ആലോചിച്ച് തുടങ്ങി, അല്ലെങ്കിൽ വീണ്ടും അവർ റിപ്പീറ്റ് ചിന്തിച്ച് തുടങ്ങി എന്ന് പറയാൻ സാധിക്കും. ഇതിനകത്തൊരു ലോങ് ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ. ചിലരെ സംബന്ധിച്ച് എബ്രോഡൊക്കെ ആയിരിക്കാം നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ അത്ര ദൂരം ഒരു ലോങ് ഡിസ്റ്റൻസ് ഫീലിങ്സ് ഉണ്ട്. ചിലരെ സംബന്ധിച്ച് അത് മനസ്സുകൊണ്ടും സംഭവിക്കാം കേട്ടോ. ഈ ലോങ് ഡിസ്റ്റൻസ് വരുമ്പം എല്ലാം എബ്രോഡായിട്ട് കാണണ്ട, തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയും മനസ്സുകൊണ്ട് വരുന്ന ഒരു അകലത്തെ ഡിസ്റ്റൻസ് എനർജിയിലേക്ക് നമുക്ക് എനർജി കാണിച്ചു തരും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള എനർജിയും ആവാം. എന്താണെങ്കിലും ഒരു ട്രാവലിംഗ് പ്രസൻസ് നിങ്ങളുടെ ബന്ധത്തെ കണക്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു യാത്രയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസ് സ്ട്രോങ് ആയിട്ടുള്ളത് നിങ്ങൾക്കിടയിലുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. അതുമാത്രവുമല്ല, അവരെ സംബന്ധിച്ചൊരു ജഡ്ജ്മെൻറ്റിങ് എനർജിയിലാണ്. ഈ ബന്ധത്തെക്കുറിച്ച് അവർ ശരിക്കും ചിന്തിക്കുന്നുണ്ട്, എല്ലാ വശങ്ങളും ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ ഉള്ളിൽ ഒരു പക്ഷേ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയോട്, അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു മൂല്യം, നിങ്ങൾക്കൊരു വാല്യൂ അവരുടെ ഉള്ളിൽ വീണ്ടും റീകണക്റ്റ് ചെയ്യുന്നത് തന്നെയാവാം ഇതിനകത്ത് ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജിയിലേക്ക്, ഒരു നീതിപൂർവം ഒരു ന്യായപൂർവം കാര്യങ്ങളെ കാണണം എന്നുള്ള ഒരു ചിന്തയിലേക്ക് ഇവരുടെ എനർജി മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മെച്യൂരിറ്റിയോടുകൂടി വെല്ലുവിളികളുണ്ട് എന്നുള്ളത് അവർക്കറിയാം. ഈ ഒരു ബന്ധത്തിനകത്ത് ശക്തമാകുന്ന വെല്ലുവിളികളുമുണ്ട്. വിധിയുടെ ചില കളികളും കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്കിടയിൽ വിധി കണക്റ്റ് ചെയ്ത കർമ്മപരമാകുന്ന കാര്യങ്ങളും വന്നിട്ടുണ്ട്. എന്താണെങ്കിലും ഇവരെ സംബന്ധിച്ച് നിങ്ങളെക്കുറിച്ച് ശക്തമായിട്ട് ആലോചിക്കുന്നു. നിങ്ങളോട് അവരെന്തൊക്കെയോ കാര്യങ്ങൾ ഹൈഡ് ചെയ്തതിനെക്കുറിച്ച്, അതായത് ഒരു തേർഡ് പാർട്ടി പ്രസൻസോ അവരുടെ നിങ്ങൾക്ക് മുൻപ് ഉള്ള ചില ബന്ധങ്ങളെക്കുറിച്ചോ ഒരു എന്താ പറയുക, ഒരു ഹൈഡ് എനർജി നിങ്ങൾക്കിടയിൽ, നിങ്ങൾ തമ്മിൽ നല്ല സ്നേഹത്തിൽ പോകുമ്പോഴും അവർ ഹൈഡ് ചെയ്തിരുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊന്ന് മനസ്സ് തുറക്കണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളുമായിട്ട് അവരിനി ഒരു കമ്മ്യൂണിക്കേഷനിലേക്ക് വരിക എന്നത് നിങ്ങളോട് അവർ മനസ്സ് തുറക്കുക എന്നൊരവസ്ഥയിലേക്ക് തന്നെ മാറിയിരിക്കും എന്നുള്ളതാണ് കാണുന്നത്. കാരണം നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഒരിക്കൽ മറുപടി പറയാത്തൊരു പേഴ്സൺ ആണ് എങ്കിൽ ഇനി നിങ്ങൾക്ക് അവർ വഴങ്ങിത്തരുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സ്, നിങ്ങൾ എന്തു ചോദിച്ചാലും വ്യക്തവും കൃത്യവുമായിട്ട് ഒരു പക്ഷേ ഹൈഡ് ചെയ്യുകയും കള്ളങ്ങൾ പറയുകയും ചെയ്ത സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങളോട് തുറന്ന് ആത്മാർത്ഥതയോടുകൂടിയും പൂർണ്ണതയോടുകൂടിയും ഇനി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് ഈ ഒരു പേഴ്സൺ ശക്തമായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാനും സാധിക്കുന്നത്. അങ്ങനെ ഒരു എനർജിയിലാണ് ഇപ്പോൾ അവർ നിലനിൽക്കുകയും ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ അവർ ഒരുപാട് നിരാശ, ദുഃഖമൊക്കെ ഇപ്പോൾ കറൻ്റിലി എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് നഷ്ടബോധമുണ്ട്. ജീവിതത്തിൽ ഒന്നുമില്ലാത്തൊരു ശൂന്യത അവരെ പിടികൂടുന്നതായിട്ടും, അതുപോലെ തന്നെ ഒരു വല്ലാത്ത ഒരു ധർമ്മസങ്കടത്തിലാണ് അവരിപ്പം നിൽക്കുന്നത്. കാരണം അവർക്ക് എന്തൊക്കെയോ ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ഹൈഡ് ചെയ്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസിനെ പോലും അവർ പാസ്റ്റിൽ ഹൈഡ് ചെയ്തതിനെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കേണ്ടി വരുന്ന ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻസാണ്. അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്ന, അവർക്ക് നേടിയെടുക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും അവർ നഷ്ടപ്പെടുത്തി എന്നുള്ള ആ ഒരു ദുഃഖം, അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ് അവരെ വല്ലാതെ പിടികൂടിയിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശരിക്കും അവർ ഇമോഷണൽ സ്ട്രഗിൾ അനുഭവിക്കുകയാണ്. അതായത് മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നു എന്ന് തന്നെ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. അവരുടെ ഉള്ളിൽ വളരെ ശക്തമാകുന്ന വേദനയും പുറമെ അവർ വളരെ ശക്തമാകുന്ന പ്രതിഷേധം, അതായത് ദേഷ്യം, ഈഗോ, ഇതൊക്കെ കണക്റ്റ് ചെയ്യുന്നു. പക്ഷെ ഉള്ളുകൊണ്ട് എന്താണ്, അതിൻ്റെ ഇരട്ടിയായിട്ട് അവർ വേദനിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് അവർക്ക് ഒരു രീതിയിലും ഒരു കാര്യങ്ങളിലെയും കോൺസെൻട്രേഷൻ ചെയ്യാനോ, ഒരു കാര്യങ്ങളിലും അവർക്ക് ഒന്നിനെയും അക്സെപ്റ്റ് ചെയ്യാനോ ഒന്നും അവർക്ക് സാധിക്കുന്നില്ലാത്ത വിധമുള്ള ഒരു മാനസിക അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അവരുടെ ലൈഫിൽ അവരുടെ ഏറ്റവും വലിയൊരു ദുഃഖം തേർഡ് പാർട്ടി പ്രസൻസിന് അവർ കീഴടങ്ങി, അല്ലെങ്കിൽ അവർ നിങ്ങളെ
അല്ലാതെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിനെയോ അവരുടെ ലൈഫിലേക്ക് വേണ്ടതാകുന്ന കാര്യങ്ങളെയോ ഫോക്കസ് ചെയ്യാതെ ഒരു തേർഡ് സിറ്റുവേഷൻസിൽ അവർ പൂർണ്ണമായിട്ടും കീഴടങ്ങി പോവുകയും അവരുടെ സമയത്തെയും അവരുടെ വാല്യുബിളാകുന്ന പല സിറ്റുവേഷൻസുകളെയും അവിടെ സമർപ്പിക്കുകയും അതിൻ്റെ ഫലമായിട്ട് അവർക്ക് വളരെ ശക്തമാകുന്ന ചീറ്റിംഗ് നേരിടേണ്ടി വരികയും ചെയ്ത ഒരു സിറ്റുവേഷൻസും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഒരു ട്രാപ്പ് ഫീലിങ്സ്, ഒരു എന്താ പറയുക, ബന്ധനം പോലെ കിടക്കുകയാണ് അവരുടെ ലൈഫ്. ഇപ്പം ശരിക്കും അവർക്ക് ഒന്നുമില്ല, ശൂന്യമാണ്. ഇമോഷണലി അവർക്ക് ഒരു സാറ്റിസ്ഫാക്ഷനും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം അവരെ സംബന്ധിച്ച് പറയുമ്പം അവരെവിടേക്കോ എന്തൊക്കെയോ പ്രതീക്ഷയുടെ ഫലമായിട്ട് കണക്റ്റഡ് ആവുകയും അവിടെയെല്ലാം അവർ ബന്ധിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു ബന്ധന അവസ്ഥയിലാണ് അവർ കറൻറ്റ്ലി നിൽക്കുന്നത്. മാത്രവുമല്ല കയ്യിലുണ്ടായിരുന്നത് നഷ്ടപ്പെട്ടു, ഉത്തരത്തിലിരുന്നത് കിട്ടിയതുമില്ല എന്ന് പറയും പോലെ അവരുടെ ലൈഫിൽ ഇപ്പോൾ അവർക്ക് പൂർണ്ണമായും ഒരു ശൂന്യതയാണ്. ജസ്റ്റ് അവരുടെ ഒരു മൈൻഡ് പവർ, അവരുടെ മനസ്സിൻ്റെ ഒരു ചെറിയൊരു പവർ എനർജി, അവർ ഫിസിക്കലി അവർ വളരെ സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ ഈഗോ എനർജിയിൽ പവർഫുള്ളായിട്ട് നിൽക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ അവരുടെ ഉള്ളിൽ തട്ടി അവരെപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അവർക്ക് ഒന്നുമില്ല, എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ല എന്നുള്ളൊരവസ്ഥയിൽ നിലനിൽക്കേണ്ടി വരുന്നു എന്നൊരു ഫീലിങ്സ് കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കറൻറ്റ്ലി നിങ്ങളെ അവർക്ക് വളരെ പ്രഷ്യസ് ആയിട്ട് ഒരു അത്ഭുതം എന്ന രീതിയിൽ തന്നെ നിങ്ങളെ നോക്കിക്കാണുന്നതായിട്ടാണ് കേട്ടോ ഇതിന് എനർജിയിലുള്ളത്. അവരിപ്പോൾ ഒരു ശരിക്കും നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നു. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ അവർ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളൊരു എനർജിയാണ് കാണുന്നത്. 8 ഓഫ് കപ്സിൻ്റെ എനർജിയിലാണ് നിൽക്കുന്നത്. ഒരു പക്ഷേ അവർ നിങ്ങളിൽ നിന്നും എല്ലാം ഉപേക്ഷിച്ച് പോയതോർത്ത് അവർ വേദനിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ അവരിൽ നിന്നും വിട്ടുപോകുമോ അല്ലെങ്കിൽ വിട്ടുപോയോ, നിങ്ങളിപ്പം അവരുടെ ഓർമ്മകളിലാണോ അല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷനും അവരെ വേദനിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾ പോയി, നിങ്ങളിപ്പോൾ ഒരു ഫ്രീഡം എനർജിയിലാണ്. നിങ്ങൾ എല്ലാ രീതിയിലും വളരെയധികം ഒരു പോസിറ്റീവ് സിറ്റുവേഷൻസിലെത്തി, അല്ലെങ്കിൽ നിങ്ങളുടെ സമയം ചേഞ്ച് ആയി എന്നുള്ളത് അവർ വല്ലാതെ ചിന്തിക്കുകയും വളരെ ക്യൂരിയോസിറ്റിയോട് കൂടി നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുകയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ദ ഹെയറോഫിൻ്റെ എനർജി അതിനകത്ത് കൂടെ നിൽപ്പുണ്ട്. വളരെ പ്രഷ്യസ് ആയിട്ട് അവർ പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ അവർ മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നു. ഒരു പുതിയ തുടക്കം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഉണ്ടാകും, ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുമായിട്ട് വീണ്ടും ഒരു റീകണക്ഷൻ ഉണ്ടാകും. അതിനുള്ള ആ ഒരു പ്രതീക്ഷ, അതിനുള്ള കാലം അനുവാദം നൽകും, അല്ലെങ്കിൽ അനുകൂലമായി സാഹചര്യങ്ങൾ വരും എന്നുള്ളത് അവരുടെ മനസ്സിലൊരു ശക്തമാകുന്ന പ്രതീക്ഷ കൊടുക്കുന്നുണ്ട്, ഒരു ഓപ്പർച്യൂണിറ്റീസ് എനർജി. പക്ഷേ ഇവിടെ ഒരു റീയൂണിയൻ പ്രസൻസ് എന്ന് പറയുന്നത് അവരിപ്പം മനസ്സ് വെച്ചാൽ, എപ്പം മനസ്സ് വെച്ചാലും നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവാൻ സാധിക്കും. പക്ഷെ അവരെ സംബന്ധിച്ച് അവരുടെ മറ്റ് ചില ചിന്തകൾ, സാഹചര്യങ്ങൾ ഒക്കെ തന്നെയാണ് നിങ്ങളിലേക്ക് വന്നു ചേരാൻ അവരെ അനുവദിക്കാതെ നിർത്തിയിരിക്കുന്നതും. മാത്രമല്ല തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ നിന്ന് അവർക്ക് നേരിടേണ്ടി വന്ന ചില ഇൻസിഡൻറ്റുകൾ അവരെ സംബന്ധിച്ച് അവരെ പെയിൻഫുള്ളാകുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ദ ഡബിൾ എനർജിയുടെ പ്രസൻസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ശരിക്കും ഒരു ബന്ധനത്തിലാണ് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുമായിട്ട്. ഈ വ്യക്തി കമ്മ്യൂണിക്കേഷൻ, സംസാര രീതിയിൽ വളരെ ശക്തമാകുന്ന ഫൈറ്റിംഗ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിൽ ആ ഒരു പേഴ്സൺ ബന്ധിക്കപ്പെട്ട അവസ്ഥയാണ്. അതായത് നിങ്ങളിൽ നിന്നും അവർക്ക് പുറത്ത് കടക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങളിൽ അവരൊരു വാല്യൂ നൽകുന്നുണ്ട്, നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് അവരൊരു പ്രാധാന്യം നൽകുന്നുണ്ട്. മാത്രവുമല്ല നിങ്ങളോട് അവർക്ക് ശക്തമാകുന്ന ഒരു അട്രാക്ഷൻ എനർജിയുമുണ്ട്. മാത്രവുമല്ല അവരെ സംബന്ധിച്ച് നോക്കുമ്പം അവർക്കൊരു പ്രഷ്യസായ, അതായത് വിശ്വാസത്തോടു കൂടി നിൽക്കാൻ പറ്റുന്നൊരിടം, ഒരു മദർഹുഡ് എനർജിയുടെ പ്രസൻസ്, ഒരു വിശ്വാസത്തോടു കൂടി നിലനിൽക്കാൻ പറ്റുന്നൊരിടം നിങ്ങളാണെന്നുള്ളതും അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നിങ്ങളോരുടെ അഡിക്ഷൻ ഉണ്ട് അവർക്ക്. അവർ പോലും അറിയാതെ നിങ്ങളിലേക്ക് അവരെ എപ്പോഴും ഒരു ഫിസിക്കലി അഡിക്റ്റഡ് ആണ് എന്നുള്ളതും നമുക്ക് എനർജിയിൽ കാണാൻ പറ്റുന്നുണ്ട്. അതായത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും നിങ്ങളോടൊപ്പം മുന്നോട്ട് മുൻ സമയങ്ങളിൽ കടന്നുപോയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും എല്ലാം അവർക്കൊരിക്കലും പിന്നീട് നിങ്ങളെ വിട്ടുപോകുക, അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുമായിട്ടുള്ള ആ ഒരു ബന്ധം അവസാനിപ്പിക്കുക എന്നതൊരു ബുദ്ധിമുട്ട് പോലെയാണ്. ഒരു വല്ലാതെ ഒരു അഡിക്ഷൻ ഫീലിങ്സ് ഈ ഒരു എനർജിയിൽ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന മാത്രമല്ല നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുമുണ്ട്.
ആരോടൊക്കെയോ അവർ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ സാഹചര്യത്തെക്കുറിച്ചും നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻസുകൾ അതെല്ലാ രീതിയിലും നിങ്ങൾ പോസിറ്റീവായോ, നിങ്ങളുടെ ലൈഫിനൊരു പൂർണ്ണത വന്നോ, നിങ്ങൾ ഏത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നൊക്കെ അവർ വളരെ സ്ട്രോങ് ആയിട്ട് അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഇതിനകത്ത് സിംഗിൾ എനർജിയെ സംബന്ധിച്ച് നോക്കുമ്പം ഒരു വിവാഹ യോഗം നമുക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ മാര്യേജ് എനർജിയിലൊക്കെ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി ലൈഫിനെ കുറിച്ചൊക്കെ അവർ വളരെ ക്യൂരിയോസിറ്റിയോട് കൂടി അന്വേഷിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുള്ള ലൈഫ് സിറ്റുവേഷൻസുകൾ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ, അത് നല്ല സന്തോഷകരമാണോ എന്നൊക്കെ അന്വേഷിക്കുന്ന എനർജിയും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എനർജിക്കുള്ളിൽ കേട്ടോ. അതുപോലെ ടവർ എനർജിയുടെ പ്രസൻസ് വന്നിട്ടുണ്ട്. ഒരു തകർച്ച ഉണ്ടായി. നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ പോയെടുത്തൊരു ടോക്സിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തത് അവരിൽ നിന്നാണ്. ആ ഒരു ടോക്സിക് സിറ്റുവേഷൻസ് വരികയും അത് പിന്നീട് പെട്ടെന്ന് അവർക്ക് തോന്നിയ ഒരു ഉൾവിളി പോലെ പെട്ടെന്നൊരു ക്ലാരിറ്റി, ഇത് ബന്ധം കറക്റ്റ് അല്ല, ഇത് വേണ്ട എന്നുള്ള ഒരു ചിന്ത, അല്ലെങ്കിൽ ഇത് മുന്നോട്ടേക്ക് പോയാൽ അത് പല രീതിയിലും ഭവിഷ്യത്തുകൾ ഉണ്ടാകുമെന്നുള്ളൊരു ചിന്തയൊക്കെ അവരിൽ കണക്റ്റഡ് ആകുന്നു. അല്ലെങ്കിൽ അത് വേണ്ട, ഇത് സ്റ്റോപ്പ് ചെയ്യുന്നതാണ് നല്ലതെന്നുള്ളൊരു തോട്ട്സ് അവരിൽ വരികയൊക്കെ ചെയ്തത് തന്നെയാണ് നിങ്ങൾക്കിടയിൽ ഒരു തകർച്ചയ്ക്ക് കാരണം ആയതെന്നുള്ളതും അവർ ഈ റിലേഷൻ്റെ എനർജിയെ കണക്ട് ചെയ്ത് നോക്കുമ്പം ചിന്തിക്കുന്നുണ്ട്. അതായത് അവരെ സംബന്ധിച്ച് നിങ്ങളെ അവർ സ്നേഹിച്ചിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സ്നേഹിച്ചതിൻ്റെ പുറത്ത് നിങ്ങൾക്കിടയിൽ സെപ്പറേഷൻ ക്രിയേറ്റ് ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് നിങ്ങൾക്കാണെങ്കിലും അവർക്കാണെങ്കിലും ഈ ഒരു ബന്ധം കൊണ്ട് മുന്നോട്ടേക്ക് മറ്റു പ്രോബ്ലംസുകൾ ഉണ്ടാകും, മറ്റു തടസ്സങ്ങളും പ്രശ്നങ്ങളും, അതുപോലെ തന്നെ ലൈഫിൽ ചില സ്വപ്നങ്ങൾക്കൊക്കെ ഒരു ബ്ലോക്കേജ് വരും എന്നുള്ളൊരു ചിന്തയാണ് ശരിക്കും ഈ ഒരു ബന്ധത്തിനൊരു ബ്രേക്കപ്പ് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ ക്രിയേറ്റ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളെ അവരുടെ ഒരു ഫാമിലി എനർജി ആയിട്ട്, അവരുടെ കൂടെയുള്ള അവർക്ക് വേണ്ടപ്പെട്ടൊരു വ്യക്തിയായിട്ട് തന്നെയാണ് കാണുന്നത്. അതുപോലെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. പ്രതിസന്ധികൾ അവസാനിക്കാനും ഞാൻ പറഞ്ഞില്ലേ, ലോങ് ഡിസ്റ്റൻസിലുള്ളവർക്ക് വന്ന് ചേരാനുള്ള ഒരു കാത്തിരിപ്പിലാണ്. അതും വളരെ ആഗ്രഹത്തോടു കൂടിയാണ് കേട്ടോ. നിങ്ങളോടൊരു അഡിക്ഷനോട് കൂടിയാണ് ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്യുന്നതായിട്ട് പോലും കാണാൻ പറ്റുന്നത്. കൂടാതെ തന്നെ നമുക്കിവിടെ അറിയാൻ മറ്റൊരു എനർജിയിലേക്ക് നോക്കുമ്പം അവരെ സംബന്ധിച്ച് അവർ വിഷമിക്കുന്നുണ്ട്, നിരാശയുണ്ട്. അവരുടെ സമയവും കാലവും ലൈഫും എല്ലാം നഷ്ടപ്പെടുത്തി, അല്ലെങ്കിൽ അവർക്ക് ഇപ്പം ഒന്നുമില്ലാത്തൊരു ശൂന്യതയിൽ നിൽക്കേണ്ടി വന്നതിൽ നല്ലൊരു സക്സസ് എനർജി, പോസിറ്റീവ് എനർജി, ഒരു അൺകണ്ടീഷണൽ ലവ്, അതായത് വിശ്വാസത്തോടു കൂടി സ്നേഹം ലഭിച്ചിരുന്നിടത്തു നിന്നും അത് നഷ്ടപ്പെടുത്തിയതിൽ അവർക്ക് വളരെ ദുഃഖമുണ്ട്. ശരിക്കും അവർ കറൻറ്റിലി ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒന്നുമില്ല, ഒരു എലോൺ എനർജിയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത, ആരുമായിട്ടൊന്നും തുറന്നു പറയാൻ പറ്റാത്ത ഒരു എനർജിയാണ് അവരുടെ ലൈഫ്. അപ്പോൾ എപ്പോഴും ഒറ്റപ്പെടൽ അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇതുപോലെ തന്നെ മുന്നോട്ടേക്ക് അവർ പോകുന്നു, സ്വാഭാവികമായും കടന്നു പോകുന്നു, അവരുടെ ജീവിതം മുന്നോട്ടേക്ക് പോകുന്നു. ആഗ്രഹങ്ങളെല്ലാം സ്റ്റക്കായിട്ട് നിൽക്കുന്നു, ആഗ്രഹങ്ങളൊന്നും പൂർത്തീകരിക്കപ്പെടുന്നില്ല. ആരുമായിട്ടും കമ്മ്യൂണിക്കേഷൻ, ബന്ധങ്ങളൊന്നും, അവരിലേക്ക് വരുന്ന അവസരങ്ങളെ, ഓപ്പർച്യൂണിറ്റീസിനെ പോലും അവർ സ്വീകരിക്കുന്നില്ല. സൗഹൃദങ്ങളിൽ ഒതുങ്ങിക്കൂടുന്ന, അതായത് നല്ല നല്ല ബന്ധങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു സിറ്റുവേഷൻസിലാണ് അവർ കറൻറ്റ്ലി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ കൂടുതലും അവരെ സംബന്ധിച്ച് നമുക്ക് പറയാൻ പറ്റുന്നത് നിരാശയൊക്കെ അവർ ഹീലാക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അവരുടെ മനസ്സിനകത്തുള്ള കുറ്റബോധത്തെയും നിരാശയും ഒക്കെ അവർ ഹീല് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പുതിയ തുടക്കം ലൈഫിലേക്ക് വേണം, കർമ്മയിൽ നിന്ന് പുറത്ത് കടക്കണം, ജീവിതത്തിൽ കർമ്മ എനർജിയിലാണ് നിൽക്കുന്നതെന്നും അതിൽ നിന്നും പുറത്ത് കടക്കണമെന്നും ഒരു സ്ട്രോങ് ആയിട്ടുള്ള, പവർഫുൾ ആയിട്ടുള്ള പുതിയ ചില തീരുമാനങ്ങളിലേക്ക് മാറണമെന്നുമൊക്കെ ഉള്ളൊരു എനർജിയിലാണ് അവരെ കറൻറ്റ്ലി കാണാൻ പറ്റുന്നത്. എന്താണെങ്കിലും ഈ ഒരു എനർജിയിൽ നിങ്ങളെ അവർ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്ന് ചോദിച്ചതിൽ നമുക്ക് കിട്ടിയ ആൻസറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരെ സംബന്ധിച്ച് അവർ കഴിഞ്ഞുപോയ കാര്യങ്ങളും നഷ്ടങ്ങളെയും കുറിച്ചും കൂടുതൽ ചിന്തിച്ച് ശരിക്കും ആ ഒരു എന്താ പറയുക, തെറ്റ് തിരുത്തലിൻ്റെ ഒരു പാതയിലാണ് നിൽക്കുന്നത്. അതായത് നിങ്ങളെ ഇപ്പോൾ ഒരു റെസ്പെക്റ്റോട് കൂടി കാണേണ്ടി വരുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു
വാല്യൂ നൽകേണ്ടി വരുന്ന നിങ്ങളുടെ ആ ഒരു പ്ലസ് പോയിൻ്റ് അവർക്ക് മനസ്സിലാക്കി എന്നുള്ള ഒരു എനർജിയിലാണ്, അവർ മനസ്സിലാക്കി എന്നുള്ളൊരു എനർജിയിലാണ് കറൻറ്റ്ലി അവർ നിൽക്കുന്നത് കേട്ടോ.